കേരളമാകെ മദ്യപ്പുഴ ഒഴുകും. മലമ്പുഴ ഡാമിലെ വെള്ളം വറ്റിത്തീരും. വിദ്യാലയത്തിന് പകരം മദ്യാലയം ഉയരും. മാതൃഭൂമിയിലെ വാർത്തകൾ വായിച്ചാലും കോൺഗ്രസ് BJP നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടാലും ഇങ്ങനെയൊരു ഭീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പാലക്കാട്ട് വ്യവസായ മേഖലയായ കഞ്ചിക്കോട്ട് ഒരു ബ്രൂവറിക്ക് അനുമതി കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പൊല്ലാപ്പത്രയും. 1000-ഓളം പേർക്ക് തൊഴിൽ ലഭ്യമാവുന്ന ഒരു വ്യവസായത്തെ മുളയിലെ നുള്ളലാണ് പ്രതിപക്ഷവും മാതൃഭൂമിയും ശ്രമിക്കുന്നത്. ഇതേ കഞ്ചിക്കോട്ടും സമീപ പ്രദേശങ്ങളിലും നിലവിൽ നിരവധി മദ്യനിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. UDF ഭരിച്ചപ്പോഴടക്കം അനുമതി ലഭിച്ചവ: കിങ്ഫിഷർ ബിയർ നിർമ്മിക്കുന്ന യുണൈറ്റഡ് ബ്രൂവറി, അമൃത് ഡിസ്റ്റിലറി, SDF ഡിസ്റ്റിലറി, പിന്നെ കുപ്പിവെള്ളം ഉണ്ടാക്കുന്ന സുരഭി വാട്ടർ, അങ്ങനെ പലതും. ഇതുകൂടാതെ ബ്ലെൻഡിംഗ് യൂണിറ്റുകൾ വേറെയുമുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇല്ലാത്ത എന്ത് അസുഖമാണ് പ്രതിപക്ഷത്തിനും മാതൃഭൂമിക്കും? 4 ആൾ കേട്ടാൽ മൂക്കത്ത് പേരിൽ വെച്ച് പരിഹസിക്കാൻ തോന്നും വിധമുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രയാഗ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് അനുവദിച്ച സ്ഥലത്താണ് ഒയാസിസ് എന്ന പുതിയ മദ്യനിർമ്മാണശാല വരുന്നതെന്നായിരുന്നു എല്ലാം പഠിച്ചു പറയുന്ന സാമാജികനെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തുന്ന VD സതീശൻ്റെ കണ്ടുപിടുത്തം. വലിയൊരു തെളിവായി അവതരിപ്പിച്ച് മണിക്കൂറുകൾക്കകം കോളേജ് അധികൃതർ പ്രതിപക്ഷ നേതാവിൻ്റെ ഫ്യൂസ് ഊരിവിട്ടു. ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമിയിലല്ല നിർദ്ദിഷ്ട ബ്രൂവറി എന്ന് അവർ പറഞ്ഞതോടെ സതീശൻ മുങ്ങി. വിദ്യയല്ല മദ്യമാണ് സർക്കാർ ജനങ്ങൾക്ക് ഒഴുക്കുന്നതെന്ന വാദം അതോടെ പ്രതിപക്ഷ നേതാവ് മടക്കിക്കെട്ടി. ജലചൂഷണം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി MP രാജേഷ് ആവർത്തിക്കുമ്പോഴാണ് സതീശൻ്റെ മണ്ടനാശയങ്ങളുടെ പവർ ഹൗസും ട്രാൻസ്ഫോമറും ഒക്കെയായ മാതൃഭൂമി മറ്റൊരു തറവേലയുമായി രംഗത്തിറങ്ങിയത്. പാലക്കാട് ജില്ലയെ വരൾച്ചയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് ബ്രൂവറി എന്ന് സ്ഥാപിക്കാനായി ഇറക്കിയ കണക്കുകൾ. പക്ഷേ ഉത്ഭവത്തിൽ വെച്ച് തന്നെ നാട്ടുകാർ പുകച്ചുവിട്ടു. മാതൃഭൂമി ഏറ്റെടുത്ത എല്ലാ കൊട്ടേഷനും എന്നപോലെ ഈ വെള്ളക്കണക്കിൻ്റെയും കാറ്റൂരിവിട്ടത് സമൂഹമാധ്യമങ്ങളാണ്. മലമ്പുഴയിലെ വെള്ളത്തിൻ്റെ കണക്കും പാലക്കാട് നഗരത്തിൽ വിതരണം ചെയ്യുന്ന കണക്കും കമ്പനി തുടങ്ങിയാൽ ആവശ്യം വരുന്ന വെള്ളത്തിൻ്റെ കണക്കും വെച്ചുള്ള കളിയാണ് മാതൃഭൂമിയുടേത്. ഡാമിലെ വെള്ളത്തിൻ്റെ ശേഷി പറയുമ്പോൾ 226 ദശലക്ഷം ക്യൂബിക് മീറ്റർ എന്നും അടുത്ത 2 കണക്കുകൾ പറയുമ്പോൾ യഥാക്രമം 400 ദശലക്ഷം ലിറ്റർ എന്നും 10 ലക്ഷം ലിറ്റർ എന്നും പറഞ്ഞ് വായനക്കാരെ ആകെ പറ്റിച്ചു ഈ പുണ്യപുരാതന ദേശീയ പത്രം. 3 കണക്കുകളും ഒരേ യൂണിറ്റിൽ പറയാതെ ആ പത്രം ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? കഞ്ചിക്കോട്ടെ ബ്രൂവറിക്ക് വേണ്ടത് 10 ലക്ഷം ലിറ്റർ ജലം മാത്രം, അതായത് ഡാമിൻ്റെ ശേഷിയുടെ 0.0044% ജലം മാത്രം. പക്ഷേ എല്ലാം ഒരേ യൂണിറ്റിൽ പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ലല്ലോ. സമീപകാലത്തെ ഏറ്റവും ദയനീയമായ ബോക്സ് ഓഫീസ് ഫ്ലോപ്പായി മാറി ഈ കഥ. നാട്ടുകാർ മാതൃഭൂമി ലേഖകരെ എടുത്തൊടുത്തു. ശ്രേയംസ് കുമാറിൻ്റെ പിതാമഹന്മാർക്ക് കല്ലറയിൽ പോലും പൊറുതിയില്ലാതായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമി മുതലാളിയെ തോൽപ്പിച്ച കൽപ്പറ്റയിലെ വോട്ടർമാർക്ക് സമൂഹമാധ്യമ പ്രൊഫൈലുകൾ നിരന്നു നിന്ന് 1000 ഫ്ലൈയിങ് കിസ്സുകൾ ഒരുമിച്ച് നൽകി. ഒരു പത്രത്തിനും ഇതേപോലൊരു ഗതികേടുണ്ടാവരുതെന്ന് സുമനസ്സുകൾ നെഞ്ചുനീറി പ്രാർത്ഥിച്ചു. മലമ്പുഴയിലെ നഗ്നയക്ഷിയുടെ പ്രതിമ പോലും ഈ കള്ളക്കഥ കേട്ട് എണീറ്റ് നിന്ന് ചിരിച്ചിട്ടുണ്ടാകും. ഇനി ഒന്നുകൂടി പറയാം, മാതൃഭൂമിയും സതീശനും ചെന്നിത്തലയും കോമരം തുള്ളുന്നതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട്. സമീപ സംസ്ഥാനമായ കർണാടകത്തിലെ പല മദ്യനിർമ്മാണശാലകളുടെയും ഉടമകൾ അവിടുത്തെ കോൺഗ്രസ് BJP നേതാക്കളാണ്. അവരിൽ ഒരാളാണ് കേരളത്തിൽ വേരുകളുള്ള കർണാടകയിലെ കോൺഗ്രസ് നേതാവ് പോൾ P. ജോൺ. അന്നാട്ടിൽ നിന്നുള്ള സ്പിരിറ്റാണ് കേരളത്തിൽ പ്രധാനമായും എത്തുന്നത്. ഇതിന് വലിയ കടത്തുകൂലിയും കൊടുക്കേണ്ടി വരുന്നുണ്ട്. കേരളത്തിൽ ഒരു ബ്രൂവറി വന്നാൽ അവിടുത്തെ കച്ചവടത്തെ കാര്യമായി ബാധിക്കും. കേരളത്തിലെ കോൺഗ്രസ് BJP സമരങ്ങൾക്ക് കർണാടക ലോബിയുടെ ഫണ്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാഷണൽ ഹൈവേ സ്ഥലമെടുപ്പ് സമ്മതിക്കൂലെന്ന് പറഞ്ഞ് UDFനും BJPക്കുമൊപ്പം ചേർന്ന് പിണറായിയെ താഴെ ഇറക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് സമരം ചെയ്തവരിൽ SDPIക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഉണ്ടായിരുന്നു. അന്ന് വെള്ളിയാഴ്ചകളിൽ റോഡിൻ്റെ നടുമധ്യത്തിൽ ജുമാ നിസ്കരിച്ചതും പ്രധാന സമരരൂപമായിരുന്നു. അന്ന് നിസ്കരിക്കാൻ മുസല്ല വിരിച്ച റോഡൊക്കെ ഇപ്പോൾ കണ്ണാടി പോലെയുള്ള 6 വരി പാതയായി മാറി. ഈ ടീമുകളൊക്കെ ഇപ്പോൾ പണി പൂർത്തിയായ ഹൈവേയിലൂടെ AC കാറിൽ പറക്കുകയാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേക്കും ഗെയിൽ പൈപ്പ് ലൈനുമെതിരെ അംഗച്ചേകവന്മാർ കച്ചമുറുക്കിയിട്ടും പിന്നെന്ത് നടന്നെന്ന് എല്ലാവർക്കും അറിയാം. വയൽക്കിളി സമരത്തിലേക്ക് നന്ദിഗ്രാമിലെ മണ്ണുമായി വന്ന് പ്രഹസനം കാണിച്ചവരൊക്കെ ആ വയലിലൂടെ ഇപ്പോൾ കാർ ഓടിച്ചു പോകുന്നു. ബ്രൂവറി വിരുദ്ധ സമരത്തിൻ്റെ നായകർ ആ കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണഭോക്താക്കളാകുന്ന കാലം വിദൂരമല്ല.